മനേറസ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് ഗോതമ്പ് പൊടിയും പഴവും മാത്രം മതിയാകും. പിന്നെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളുമാണ്. മെയിനായിട്ട് ഗോതമ്പ് പൊടിയും പഴവും മാത്രം മതിയാകും. അപ്പോൾ ഞാൻ ഇതൊരു കേക്കിൻ്റെ രീതിയിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാം. അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഇപ്പോൾ 3 റോബസ്റ്റ പഴമല്ല, ഏത് പഴമായാലും കുഴപ്പമില്ല. നമുക്ക് പക്ഷേ നല്ല പഴുത്ത പഴമായിരിക്കണം. എന്താ പറഞ്ഞാൽ ഇതൊന്ന് ഉടച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ റോബസ്റ്റ പഴം, അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഗ്രീൻ കളർ സ്കിന്നുള്ള ബനാനയാണ്, അതിൻ്റെ യെല്ലോയാണ്. അപ്പോൾ നിങ്ങൾ നല്ല പഴുത്ത പഴം എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് ഒരു 3 പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ബൗളിൽ മാറ്റിയിട്ടുണ്ട്. ഒന്ന് നിങ്ങൾ ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ സ്മാഷർ കൊണ്ടോ ഒന്ന് ഉടച്ചെടുക്കാം. മിക്സിയിലിട്ട് പൊട്ടിക്കരുത്. മിക്സിയിലിടുകയാണെങ്കിൽ അത് വെള്ളമായിപ്പോവും. അതുകൊണ്ട് ഒന്ന് നല്ലപോലെ നമുക്ക് സ്മാഷ് ചെയ്ത് ഉടച്ചെടുക്കാം കൈ കൊണ്ട് തന്നെ. അപ്പോൾ നല്ല സ്മാഷ് ആയിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതിയാകും. അതായത് നമുക്ക് ഇടയ്ക്ക് അല്പം കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ബട്ടർ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടർ ഇല്ലെങ്കിൽ ഗീ വേണമെങ്കിൽ എടുക്കാം. 1/4 കപ്പ് എടുക്കാം. ഇതിലേക്ക് ഒരു 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര എടുക്കാം. നിങ്ങൾ പഞ്ചസാര ചെറിയ ജാറിൽ വെച്ച് പൊടിച്ചെടുത്താൽ മതിയാകും. ഒരു ഹാഫ് ഇട്ട് ഇനി ഒരു 1/4 കപ്പ് കൂടെ ഇടുന്നുണ്ട്. 1/4 കപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്. ടോട്ടലായിട്ട് 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ പൊടിക്കാത്തതായാലും കുഴപ്പമില്ല. പക്ഷേ നല്ലവണ്ണം അത് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഞാൻ പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ബട്ടറും ഷുഗറും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് ഉടനെ എടുത്ത് യൂസ് ചെയ്യരുത്. കുറച്ച് ഒരു 1 ഹവറെങ്കിലും പുറത്ത് വെച്ചിട്ട് തന്നെ എടുക്കണം. റൂം ടെമ്പറേച്ചർ തന്നെ എപ്പോഴും നിങ്ങൾ ചൂസ് ചെയ്യുക. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട്, നിങ്ങളിപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ ഇത് രണ്ടും മിക്സ് ആകാൻ ഒത്തിരി ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഞാൻ പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് നല്ലപോലെ ക്രീമി ആയിട്ടൊന്ന് അലിയിട്ട് അതുവരെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ എനിക്ക് എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട ആഡ് ചെയ്യണമുണ്ട് ഞാൻ. ഇപ്പം നിങ്ങൾ മുട്ട യൂസ് ചെയ്യാത്തവർ മുട്ടയ്ക്ക് പകരം ഒരു 1/2 കപ്പ് തൈര് എടുക്കാനുള്ളതാണ്. എല്ലാം നിങ്ങൾ റൂം ടെമ്പറേച്ചറിലുള്ളതേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. 2 മുട്ട ഇട്ടിട്ടുണ്ട്. നമുക്കിനി എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്യണുള്ളൂ. നിങ്ങൾക്ക് ബീറ്റർ യൂസ് ചെയ്യണമെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ കൈകൊണ്ട് എല്ലാവർക്കും എളുപ്പമായ രീതിയിൽ കൈകൊണ്ട് കാണിക്കണമെന്നേ ഉള്ളൂ. ഇതെല്ലാം ഒന്ന് ഒരു ക്രീമി സ്ട്രക്ചറിൽ കൊണ്ടുവരാൻ മിക്സ് ചെയ്ത്. ഇത് ബുദ്ധിമുട്ടൊന്നുമല്ല, എളുപ്പത്തിൽ തന്നെ ആകും. നമുക്ക് സാധാരണ കേക്കിനൊക്കെ അടിക്കണത് പോലെ നല്ല ഫ്ലഫി ആയിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് എടുത്താൽ മതിയാകും ഇതിന്. അപ്പം നിങ്ങളിപ്പോൾ മുട്ടയ്ക്ക് പകരം തൈര് യൂസ് ചെയ്യാം. അങ്ങനെ ടേസ്റ്റ് മാറിപ്പോ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും. നിങ്ങൾ തൈര് യൂസ് ചെയ്താൽ മതിയാകും. 1/2 കപ്പ് തൈര് യൂസ് ചെയ്താൽ മതിയാകും. നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാണ്. വാനില എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഏലക്കപ്പൊടി ആഡ് ചെയ്താൽ മതിയാകും. ഒന്ന് നല്ല മിക്സ് ചെയ്ത് വിടാം. ഞാൻ ഇപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കാം. 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ആഡ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട്, അതായത് ഒരു അരിപ്പയിൽ കൂടെ അരിച്ച് നിങ്ങൾ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാകും. അതുകൊണ്ട് ഞാൻ ഇപ്പം നമ്മുടെ എഗ്ഗ് മിക്സിൽ തന്നെ ഒരു അരിപ്പയിൽ വെച്ച് അരിച്ചിടാൻ പോവുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ളു ഉപ്പിടാം. ഇനി നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം മാവിൻ്റെ കൂടെ തന്നെ നമുക്ക് പഴം മിക്സ് ചെയ്ത് വെച്ചിരിക്കണം. ആ മിക്സ് കൂടെ ഒഴിക്കാം. ഇത് ഇടയ്ക്ക് ഇങ്ങനെ അല്പം ലൈറ്റ് കട്ടിയായിരിക്കണം, നല്ലതാണ്. നമുക്ക് കടിക്കാൻ വരും. അതാണ് ചെറിയതായിട്ട് കട്ടിയായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ എല്ലാം ഒന്ന് സ്പൂൺ കൊണ്ട് നിങ്ങൾ മിക്സ് ചെയ്താൽ മതിയാകും. ഇനി വിസ്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അത് മാവൊക്കെ ഇടയ്ക്ക് കയറും. നിങ്ങൾ മുട്ട മിക്സിൽ ബനാനയുടെ മിക്സ് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾ മാവ് മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പമാകും. അപ്പോൾ നോക്കുക, ഇത് ചെറുതായിട്ടൊന്ന് ഒരു തിക്കായിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ചുകൂടെ ലൂസാകണം. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല്, അല്ലെങ്കിൽ പാലില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം. ഞാൻ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിക്കാൻ പോവുകയാണ്. ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് നോക്കാം. 1 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിന് മുമ്പിൽ ബനാന കേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കേക്ക് പോലെ അല്ല, ഒരു വ്യത്യസ്തമായ ഒരു ഇതിലാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. അത് കാണാത്തവർ കാണുക. നമ്മുടെ ചാനലിൽ നിറയെ കേക്ക്സ് വെറൈറ്റീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന നല്ല ഹെൽത്തിയായ സാധനങ്ങളാണ്. നിങ്ങൾ മുട്ട യൂസ് ചെയ്യാത്തവർ നമ്മുടെ കേക്കുകളിൽ തന്നെ 2 മുട്ട എടുക്കുന്നതിന് നിങ്ങളൊരു 1/2 കപ്പ് തൈര് എടുത്താൽ മതിയാകും. ടേസ്റ്റിന് വ്യത്യാസം വരില്ല. അപ്പോൾ നിങ്ങൾ അത് തന്നെ അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിരിക്കും. കുറച്ച് 1 ടേബിൾ സ്പൂൺ കൂടെ പാൽ ഒഴിക്കാൻ പോവുകയാണ് ഞാൻ ഇപ്പോൾ.
ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ കുറച്ച് നട്ട്സ് ഇടാൻ പോവാണ്. ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നട്ട്സ് ആഡ് ചെയ്യാം. നട്ട്സ്, കുറച്ച് റൈസിൻ, നമ്മുടെ ഡേറ്റ്സ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രൈ ഫ്രൂട്ട്സുകൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കേക്ക് ടിന്നാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഇത് ബട്ടർ പേപ്പറിൽ നിന്ന് ഇടണില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിന് വേണ്ടി കാണിക്കാനായിട്ടാണ്. കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബട്ടറോ ഗീയോ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അതായത് നമ്മുടെ ഇതിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇടുന്നുണ്ട്, അപ്പോൾ അത് ഒന്ന് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒട്ടിയിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതൊന്ന് ഡസ്റ്റ് അല്ല ഇടാവും. ഞാൻ എപ്പോഴും പറയണതാണ്, നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കണത്. സാധാരണ നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ ബട്ടർ പേപ്പറിന് പകരം ഇതും ഉണ്ടാക്കാം. ഇങ്ങനെ നിങ്ങൾ ഇടാമാണ്. പക്ഷേ ബട്ടർ പേപ്പർ ഇടുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ഇളകി കിട്ടും, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഇടണത്. അല്ലാതെ എല്ലാം സെയിം ആണ്. മാവ് ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിക്കാം. ഇതെല്ലാം ബാറ്റർ കംപ്ലീറ്റ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമുക്കിത് കേക്ക് ബാറ്റർ പോലെ ലൂസല്ല, കുറച്ച് തിക്കായതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ആയിട്ടൊന്ന് കട്ടിക്കിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ലെവൽ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ഡെക്കറേഷനായിട്ട് കുറച്ച് പഴം, അതായത് നമുക്കിതിൽ ബനാനയുടെ കേക്കാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പഴം നേരെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ സാധാരണ ഇപ്പോൾ ചെറുപഴമല്ല, ഇത് നമ്മുടെ എൻ്റെ പൂവൻ പഴം കയ്യിലുണ്ടായിരുന്നു, അതിൻ്റെ പീസാണ് വയ്ക്കുന്നത്. നിങ്ങൾക്കിപ്പം ഏത്തപ്പഴമൊക്കെ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഇതുപോലെ വയ്ക്കാനായിട്ട്. അപ്പോൾ ഏത് വേണോ നിങ്ങളത് വയ്ക്കുക. ഞാനിപ്പോൾ ഇതാണ് വയ്ക്കുന്നത്. ചുമ്മാ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതിയാകും. ഇതിൻ്റെ പുറത്ത് കുറച്ച് ഷുഗർ നമുക്ക് കാരമലൈസ് ചെയ്യാനായിട്ട് ഇടാം. ചുമ്മാ ഷുഗർ ആ ബനാനയുടെ പുറത്ത് നമുക്ക് ഇടുകയാണെങ്കിൽ അത് കുക്കായി വരുമ്പോൾ ആ ഷുഗർ ആ പഴത്തിൽ അങ്ങൊന്ന് കാരമലൈസ് ചെയ്തിരുന്നോളൂ. അപ്പോൾ നല്ല സ്വാദാണ്. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ വേണ്ട. ഞാൻ ഇപ്പം ബനാന കൂടുതൽ നമുക്കിതിൽ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇടുന്നത്. ഇതിൽ ഡെക്കറേഷനായിട്ട് 1-2 ചോക്കോ ചിപ്സ് കൂടെ വയ്ക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. അല്ലെങ്കിൽ നട്ട്സ് നമുക്ക് അകത്ത് ഇട്ടിട്ടുണ്ട്, മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ചുമ്മാ മുകളിലേക്ക് ഇങ്ങനെ കുട്ടികൾക്ക് ഒരു അട്രാക്ഷനായിട്ടിരിക്കാനായിട്ട് വേണം വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക്, ഞാനിപ്പോൾ ഓവനിലാണ് വയ്ക്കുന്നത്. നിങ്ങൾ സ്റ്റൗവിൽ വേണമെങ്കിൽ സ്റ്റൗവിൽ വെക്കാം. ഓവൻ ഇല്ലാത്തവർ ഇതുപോലെ സ്റ്റൗവിൽ വെക്കാം. ഇതുപോലെ ബോട്ടം നല്ല തിക്കായ പാത്രത്തിലാക്കി ഇത് ആദ്യം നിങ്ങൾ ചൂടാക്കണം. പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് ഇട്ടിട്ട്, ഇപ്പോൾ തിൻ ബോട്ടം ആണെങ്കിൽ കുറച്ച് സോൾട്ട് ഇട്ടിട്ട് സ്റ്റാൻഡ് ഇടുക. അടുത്ത് നമുക്ക് ഇത് ഇറക്കി വെക്കാം. ഇപ്പോൾ എനിക്ക് ഈ പാത്രം അകത്ത് പോകത്തില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഇറക്കി വെച്ച് ഇതുപോലെ നല്ലപോലെ ക്ലോസ് ചെയ്ത് ഒരു 40 മിനിറ്റ്സ് നിങ്ങൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതിയാകും. ഞാൻ ഇന്ന് അവനിലാണ് വെച്ച് കാണിക്കുന്നത്. 90 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 15 മിനിറ്റ്സ് വയ്ക്കുകയാണ്. എത്ര സമയമാണെന്ന് പറയാം. 15 മിനിറ്റ്സ് ആയാലും ഒരു 10 മിനിറ്റ്സ് ആകുമ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ അവനിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് കുക്കായിട്ടുണ്ട്, കാണുന്നുണ്ട് നിങ്ങൾ, മുകളിലൊക്കെ കളർ മാറിയിട്ടുണ്ട്. നമുക്കിത് കുറച്ച് തണുത്തിട്ട് റിമൂവ് ചെയ്തെടുത്ത് കാണിക്കാം. നല്ല തണുത്തിട്ടില്ല, ഒരുവിധം തണുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് തട്ടിയായിരുന്നു, ഞാൻ താഴെ ഒന്നും പിടിച്ചിട്ടില്ല. ഇതാണ് അതിൻ്റെ അടിവശം. നമുക്കിനി തിരിച്ച് ഒന്ന് നോക്കാം. നല്ല സോഫ്റ്റും ആണ്. ഇത് നിങ്ങൾ പാനിൽ വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 40 മിനിറ്റ്സ് ആകും. ഇപ്പോൾ ഇത് അവനിൽ വെച്ചതുകൊണ്ട് എനിക്ക് 15 മിനിറ്റ്സ് തന്നെ കറക്റ്റായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ ബനാന കേക്കാണെന്ന് പറയാം. നിങ്ങൾ കട്ട് ചെയ്യുന്ന വെരി സോഫ്റ്റാണ്. കത്തി വെച്ച ഉടനെ തന്നെ അങ്ങ് പോകുന്നുണ്ട്, കാണുന്നുണ്ട്. നല്ല സോഫ്റ്റാണ്, കണ്ട, നല്ല പഞ്ഞി പോലത്തെ ഒരു കേക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇത് എളുപ്പത്തിൽ തന്നെ കൊച്ചു കുട്ടികൾ വരെ നമുക്കിത് ഉണ്ടാക്കാം, അത്രയ്ക്കും എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മനേറാസ് ബോക്സിൻ്റെ സൈഡിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.